ആയുർസൗഖ്യത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായിട്ട് സേവനം ചെയ്തു വരുന്നു. ആയുർവേദത്തിൽ വ്യായാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് മുൻപായിട്ട് വളരെ പ്രാധാന്യം കൽപ്പിച്ച് പറയുന്ന ഒന്നാണ് ബ്രഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേൽ. എന്താണ് ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ടൈം വെച്ച് നോക്കുമ്പോൾ ബിറ്റ്വീൻ 5:30 6 മണിക്കും ഇടയിലുള്ള സമയമാണ്. എന്നിട്ട് ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശരീരത്തെക്കുറിച്ച് ചിന്തിച്ച് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ശരിയായിട്ടാണോ നടക്കുന്നത്, ദഹനം ശരിയായോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ പ്രാഥമിക കർമ്മത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത്. ഇനി ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത് അത് നമ്മുടെ വൃക്ഷത്തിൻ്റെ തണ്ടുകൾ ചതച്ചിട്ട് വേണം പല്ല് തേക്കുന്നത്. അങ്ങനെ എല്ലാം ഒരു മെഡിക്കേറ്റഡ് ആണ്. നമ്മുടെ പ്രാഥമികമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഉമിക്കരി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഉപ്പ് ചേർത്തിട്ടുള്ള ഉമിക്കരിയൊക്കെ ഉപയോഗിച്ചാണ് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ പല്ല് തേച്ചിരുന്നത്. അപ്പോൾ പല്ലുകൾക്കൊക്കെ നല്ല ബലവും ശക്തിയും ഒക്കെ കിട്ടുന്നതാണത്. ഇനി പല്ല് തേപ്പും നമ്മളുടെ പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം വായിൽ തൈലം കവിൾക്കൊള്ളണം, ഗണ്ടൂഷം, കപളധാരണം, അല്ലെങ്കിൽ മൂക്കിൽ നസ്യം ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള പ്രാഥമിക കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എണ്ണ തേക്കണമെന്ന്, അഭ്യംഗം ചെയ്യണമെന്നാണ് പറയുന്നത്. അഭ്യംഗം ചെയ്യണം, ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണിത് പറയുന്നത്. നമ്മൾ വല്ലപ്പോഴും വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന കർമ്മമല്ല ഇത് പറയുന്നത്. അപ്പോൾ അഭ്യംഗം ചെയ്ത് എല്ലാ ദിവസവും ചെയ്ത് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ എണ്ണകൾ ചേർത്തിട്ട് നമ്മൾ അഭ്യംഗം ചെയ്യണം. അഭ്യംഗം ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നുണ്ട് വ്യായാമം ആചരേത് നിത്യം ജരാശ്രമവാദഃ. എന്താണ് വ്യായാമം ആചരേത് നിത്യം? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേക്കണതല്ല ഇത് വ്യായാമം എന്ന് പറയുന്നത് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് മോർ ദാൻ 3000 years ഓൾഡ് ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്ത്? വ്യായാമം ആചരേത് നിത്യം ജരാശ്രമവാദഃ. അതായത് ജര എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പെട്ടെന്ന് തന്നെ നരയ്ക്കുന്ന കണ്ടിട്ടില്ലേ? ജരാശ്രമം, പെട്ടെന്ന് ക്ഷീണാവും, പെട്ടെന്ന് ഡീക്കേലേക്ക് വരുന്നു ആൾക്കാരൊക്കെ. അന്നത്തെ കാലഘട്ടങ്ങളിൽ 60 വയസ്സായാലും മുടിയൊന്നും നരയ്ക്കില്ല. അത് എന്തുകൊണ്ടാണ്? ഇവർ ചിട്ടയായിട്ടുള്ള ഈ ഡെയിലി റുട്ടീൻ ദിനചര്യ അവർ പാലിച്ചിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ടാണ് അവർക്ക് ജരാശ്രമവാദഃ, വാദശമനം കിട്ടും. നമ്മുടെ ശരീരത്തിനൊക്കെ പുഷ്ടി, ശരീരത്തിന് സ്വസ്ഥത, നല്ല ആരോഗ്യം, നല്ല ആയുസ്, ഇതൊക്കെ കിട്ടുന്നു. അപ്പോൾ വ്യായാമം ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വ്യായാമത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വരികയാണ്. അങ്ങനെ വ്യായാമത്തിനെ കുറിച്ച് പറയുന്നത് നല്ല ഉറക്കം കിട്ടുമെന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ആൾ നമുക്ക് തന്നെ അറിയാം. നമ്മൾ കളിക്കുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ കളിച്ചൊക്കെ വന്ന് നമ്മുടെ ബോഡിയൊക്കെ റിലാക്സ് ചെയ്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഡീപ്പ് സ്ലീപ്പ് കിട്ടും. നമുക്ക് വ്യായാമം നല്ല ഉറക്കത്തെ ഉണ്ടാക്കുന്നതാണ്, ശരീരത്തിന് പുഷ്ടി തരുന്നതാണ്, ക്ഷീണം മാറ്റുന്നതാണ്. ഇതൊക്കെ വ്യായാമത്തിന് നല്ല മൈൻഡിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടുന്നതാണ് വ്യായാമത്തിൻ്റെ ഗുണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ ഓൾഡൻ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, നമുക്കറിയാം. ഇന്ന് കുട്ടികളൊക്കെ ഉറങ്ങുന്നത് എപ്പോഴാണ്? വീട്ടിൽ തന്നെ നമ്മൾ ഉറങ്ങുന്നത് എപ്പോഴാണ്? പണ്ടൊക്കെ 9 മണി രാത്രി അല്ലെങ്കിൽ 10 മണി രാത്രി കഴിഞ്ഞ് ആരും എല്ലാ വീട്ടിലും ലൈറ്റ് ഓഫാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിലോ ഇന്നത്തെ ഒരു കമ്പ്യൂട്ടർ യുഗമാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മൊബൈൽ, അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അത്യുപയോഗം മൂലം, ടി വിയുടെ അത്യുപയോഗം, ഇതൊക്കെ മൂലം എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്? രാത്രി ഭക്ഷണം നേരത്തെ 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്നതെന്നാണ് പറയുന്നത്. അതിന് ഇന്ന് നമ്മൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്? രാത്രി ഭക്ഷണം. അപ്പോൾ അത് നേരായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യുമോ പിറ്റേ ദിവസത്തേക്ക്? അങ്ങനെ നേരത്തെ ഭക്ഷണം കഴിച്ച് ഇത് ഡൈജസ്റ്റ് ചെയ്ത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണമെങ്കിൽ രാത്രി ഒരു മാക്സിമം 10:30 കിടക്കണം. അല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ പറ്റുന്നത്? കുട്ടികൾ കിടക്കുന്നത് എപ്പോഴാണ്? രാത്രി മുഴുവൻ ഇരുന്ന് വായിച്ച് പഠിച്ചിട്ട് നേരം വെളുത്ത് എഴുന്നേൽക്കുന്ന സമയം എപ്പോഴാണ്? വളരെ വൈകി. നേരം വെളുത്ത് ബ്രഹ്മമുഹൂർത്തമൊന്നും ഇന്നത്തെ കുട്ടികൾ കാണുന്നില്ല. പിന്നെ നമ്മളുടെ ഫുഡ്, അതിൻ്റെ ആഹാരത്തിൻ്റെ ചര്യ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ പണ്ടത്തെ ആയുർവേദ ആചാര്യന്മാർ അന്ന് പറഞ്ഞിരിക്കുന്നത് 2 നേരമാണ് ഭക്ഷണം. രാവിലെ 11 മണിക്കാണ് ആദ്യത്തെ ഭക്ഷണം, വൈകുന്നേരം 6 മണിക്കും. 2 meals, 2 ഭക്ഷണമേ ഉള്ളൂ. ഇടയിൽ ഭക്ഷണങ്ങളില്ല, വെള്ളം കുടിക്കാം, അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മളെങ്ങനെയാണ്? രാവിലെ തന്നെ ഒരു 10 മണി ആവണേക്കുമ്പോൾ അല്ലെങ്കിൽ 11 മണി 12 മണി ആവണേക്കുമ്പോൾ 4 ഭക്ഷണം കഴിഞ്ഞിരിക്കും.
അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണക്രമങ്ങളും ജീവിതചര്യയുടെ പ്രശ്നങ്ങളും മൂലം ഒരുപാട് രോഗങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ബാധിക്കുന്നു. പിന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇത് നമ്മൾ ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ഫിസിക്കൽ ഹെൽത്ത് ൻ്റെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത് എന്നുള്ള രണ്ട് മറ്റ് ആരോഗ്യങ്ങളുണ്ട്. ആത്മീയ ആരോഗ്യം, മാനസിക ആരോഗ്യം. ഇതിനെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ നമ്മളുടെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അത് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി, ട്രീറ്റ്മെൻറ്റിൻ്റെ 3 സെക്ഷൻസ് പറയുന്നുണ്ട്. യുക്തിവ്യപാശ്രയ ചികിത്സ, സത്വാപചയ ചികിത്സ, ദൈവവ്യപാശ്രയ ചികിത്സ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യുക്തിവ്യപാശ്രയം എന്ന് പറയുന്നത് വാതപിത്ത കഫങ്ങളുടെ കോപത്തെയും വർധനവിനെയും അതിനെ ശമിപ്പിക്കേണ്ടതായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകളൊക്കെ യുക്തിവ്യപാശ്രയത്തിൽ വരും. ഇനി നമ്മൾ കൊടുക്കുന്ന സത്വാപചയം എന്താ? മനസ്സിനെ ശാന്തപ്പെടുത്തുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻസ്, അതോടൊപ്പം തന്നെ അഡ്വൈസുകൾ, കൗൺസിലിങ്, ഇതൊക്കെയാണ് നമ്മൾ സത്വാപചയ ചികിത്സയിൽ പറയുന്നത്. മനസ്സിന് ബലം കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ആയുർവേദത്തിൽ, ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയിൽ. ദൈവോപാശ്രയ ചികിത്സ എന്താ? അന്നത്തെ ആചാര്യന്മാർ അന്നത്തെ കാലഘട്ടത്തിലത്തെ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന മെത്തേഡുകൾ, പൂജ ചെയ്യൽ, അങ്ങനെയൊക്കെയുള്ള ഇതുകളാണ്. നല്ല രത്നങ്ങൾ ധരിച്ച് നടക്കണം, അങ്ങനെയൊക്കെ പറയുന്നത് അന്ന്. പക്ഷേ ഇന്നത്തെ നമ്മളുടെ ആപ്ലിക്കേഷൻ അത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ പ്രഭാതത്തിൽ ഉണർന്ന് നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കണം, അത് നമ്മൾ ശാന്തമാക്കണം മനസ്സിനെ. അതുപോലെ കിടക്കുന്നതിന് മുമ്പ് ദൈവത്തോട് നന്ദി പറയണം, അന്ന് ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്പിരിച്വൽ മൈൻഡ്, ഒരു ആത്മീയമായിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം ഇന്ന് മനുഷ്യർക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്, നന്നായിട്ട് വളർത്തിയെടുക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് എല്ലാവരും ഒരു ഭൗതികതയുടെ പുറകെയുള്ളൊരു നെട്ടോട്ടമാണ്. ലൗകായികതയുടെ പുറകെയുള്ള ഒരു സെക്യുലറിസത്തിൻ്റെ പുറകെയുള്ളൊരു നെട്ടോട്ടത്തിൽ നമ്മൾ ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പൊടി തട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനൊക്കെ വളരെ സഹായിക്കുന്നതാണ് ആയുർവേദ ശാസ്ത്രത്തിൽ അന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വ്യായാമത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഹോളിസ്റ്റിക് ഹെൽത്ത്, സമഗ്ര ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ വന്നുകൊണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഉപ്പൂറ്റി വേദനയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഒട്ടുമുക്കാലും മനുഷ്യർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉപ്പൂറ്റി വേദന. അതിനെ നമ്മൾ കൽക്കേനിയസ് സ്പർ എന്ന് പറയും, പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്ന് പറയും. ഉപ്പൂറ്റി വേദന എന്ന് പച്ച മലയാളത്തിൽ പറയാം നമുക്ക്. ഹീൽ പെയിൻ എന്ന് പറയും. ഉപ്പൂറ്റി എന്ന് പറയുന്ന ഹീൽ. ഉപ്പൂറ്റി എന്ന് പറയുന്ന ആ ഒരു ജോയിൻറ്റ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ അത് 8 അസ്ഥികൾ ചേർന്നിട്ടുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ആങ്കിൾ ജോയിൻ്റ് എന്ന് പറയും, ആങ്കിൾ ജോയിൻറ്റ് കാലിൽ. അപ്പോൾ ആ ഉപ്പൂറ്റിയുടെ അവിടെ ഒരു മെയിൻ ബോണാണ് കൽക്കേനിയം. നമ്മൾ ഉപ്പൂറ്റി, നമ്മുടെ പാദം തറഞ്ഞ് കാലിൻ്റെ അടിയിൽ വരുന്ന അത് വെക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രഷർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോൺ ഉണ്ടല്ലോ, അതാണ് കൽക്കേനിയം. അപ്പോൾ ആ കൽക്കേനിയത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും തേയ്മാനങ്ങൾ, അപ്പോൾ തേയ്മാനം വരുമ്പോൾ അതൊരു മുള്ളു പോലെ അതിൻ്റെ ഒരു സ്പറ്, അത് നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റും. ആ സ്പറ് പുറത്തേക്ക് നിൽക്കും. അത് ഈ കൽക്കേനിയസ് സ്പറ് ഉപ്പൂറ്റി വേദനയ്ക്ക് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ പറയണത് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയും. നമ്മുടെ പാദത്തിൻ്റെ അടിയിൽ ഒരു ലെയറുണ്ട്, അതിൻ്റെ പേരാണ് പ്ലാന്റാർ ഫേഷ്യ. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെത്ത പോലത്തെ ഒരു ലെയർ, ഒരു ലെയർ എന്ന് പറയാം അത്. അപ്പോൾ ആ ലെയറിൽ നമുക്ക് നീർവീഴ്ച വരും, ആ ലെയറിൽ നീർക്കെട്ട് വരും. അപ്പോൾ പാദത്തിന് മൊത്തം ആ ലെയറിൽ നീർവീഴ്ച വരുമ്പോഴോ ആ നീർവീഴ്ച പാദത്തിൻ്റെ അടിയിലേക്ക് ഉപ്പൂറ്റിയിലേക്ക് വന്നിട്ട് അതുമൂലം പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്ന് പറയും. അതുമൂലം ഉപ്പൂറ്റി വേദന വരാം. പിന്നെ നമുക്കറിയാലോ, ഓവർ തടി ഉള്ള ആൾക്കാർക്കത് ഭാരം വഹിച്ച് നിൽക്കണ്ടേ. അപ്പോൾ ഈ ഭാരം മുഴുവൻ വരുന്നത് എങ്ങോട്ടേക്കാണ്? പാദത്തിലേക്കാണ്. നമ്മുടെ തടീനെ താങ്ങി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് കാലുകളിൽ താങ്ങി നിർത്തുന്നത് എവിടേക്കാണ്? ഉപ്പൂറ്റിയിലേക്ക്, പാദത്തിലേക്ക്. അപ്പോൾ അത് ഉപ്പൂറ്റിയിലാണ് വന്ന് അമിതമായിട്ടുള്ള തടി എഫക്റ്റ് ചെയ്യുന്നത്. എവിടെയാണ്? ഉപ്പൂറ്റിയിലാണ് ഒന്ന് പതിക്കുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ കാലിൻ്റെ അടിയിൽ ഒരു ആർച്ചുണ്ട്, ഒരാർച്ച്. നമ്മൾ പാദം ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ആർച്ചോട് കൂടിയാണ് ആ പാദത്തിൻ്റെ അടി. ആ ആർച്ച് നോർമലായിട്ട് നമുക്ക് വേണം, ഒരു കർവ്. ആ കർവ് ഉണ്ടായാലാണ് ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ ബോഡീനെ ഇങ്ങനെ താങ്ങി നിർത്താനായിട്ട് പാദത്തിന് പറ്റുന്നത്. ചിലർക്ക് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയും. നമ്മുടെ പാദം ഇങ്ങനെ വെക്കുമ്പോൾ അടിയിൽ വിരൽ കടന്നു പോകണം, അതാണ് ആർച്ച്. ആർച്ചുണ്ടായാലാണ് നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ, വേദന ഉപ്പൂറ്റിയിൽ അധികം വരാണ്ട് നിൽക്കുള്ളൂ. ഈ ആർച്ചില്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയും, അത് പരന്നിരിക്കും, ആർച്ചില്ല, അതും ഉപ്പൂറ്റി വേദനയ്ക്ക് കാരണമാവും.
പിന്നെ നമുക്കറിയാം ഓവറായിട്ട് ഹീലുള്ള ചെരുപ്പ് ഉപയോഗിക്കുക, ഹീല് ഒട്ടുമില്ലാത്ത ചെരുപ്പ് ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോഴും എന്തുണ്ടാവും? ഉപ്പൂറ്റി വേദനയ്ക്ക് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഏക്കിലിസ് ടെൻഡൻ എന്ന് പറയും, നമ്മുടെ കുതിഞ്ഞരമ്പ് എന്ന് പറയും പച്ച മലയാളത്തിൽ. നമ്മുടെ ബാക്കിൽ പാദത്തിൻ്റെ ഉപ്പുറ്റിയുടെ മുകളിലായിട്ട് നല്ല കമ്പി പോലെ ഒരു ലിഗമെൻ്റ് ഉണ്ട്. ടെൻറ്റനാണത് ശരിക്കും, ടെൻറ്റൻ. അതിങ്ങനെ കുതിഞ്ഞരമ്പ് എന്നാണ് പറയുക. അതൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ പറയാറില്ല. വല്ല ആക്സിഡൻറ്റിലൊക്കെ കുതിഞ്ഞരമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആ ലിഗമെൻറ്റിനെ ടയർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്ന് ശരിയാക്കണം. അല്ലെങ്കിൽ പാദം ഉറച്ച് നമുക്ക് നിൽക്കാൻ പറ്റില്ല. കുതിഞ്ഞരമ്പ് മുറിയുക എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഏക്കിലിസ് ടെൻറ്റൻ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി, ആഘാതം, നീർക്കെട്ട് അങ്ങനെ ഉണ്ടായാലും നമുക്ക് ഉപ്പൂറ്റിയിലേക്ക് വേദന ഇറങ്ങിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഇത് പ്രായം നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു 45 വയസ്സ്, ചെറിയ കുട്ടികളിലും ഇതുണ്ടാകുന്നുണ്ട്. 45 വയസ്സ് വരെയുള്ള ഒക്കെ കാണുന്നുണ്ട്. ചിലർക്ക് പ്രായം കൂടുതലായിട്ടുള്ള വ്യക്തികളിലും ഈ ഉപ്പൂറ്റി വേദന കാണാറുണ്ട്. പിന്നെ ഇതിൻ്റെ സിംറ്റം എന്താണ്? ഉപ്പൂറ്റി വേദനയുടെ സിംറ്റം നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം. ഉപ്പൂറ്റിയുടെ വേദനയാണ് ഉപ്പൂറ്റി വേദന. നമ്മൾ നിൽക്കുമ്പോൾ തറഞ്ഞ് നിൽക്കുമ്പോഴുള്ള വേദന അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടിപ്പിക്കലായിട്ടുള്ളൊരു ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ഒരു സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗി വരും, ഭയങ്കര ഉപ്പൂറ്റി വേദനയാണ് ഡോക്ടറെ, ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര വേദന, കിടന്നിട്ട് പാദം നിലത്ത് വയ്ക്കാൻ പറ്റില്ല, ഭയങ്കര വേദന, കുറച്ച് നടന്നു കഴിഞ്ഞാൽ അത് കുറഞ്ഞു. അപ്പോൾ അവിടേക്ക് സർക്കുലേഷൻ വന്നു. അപ്പോൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ സർക്കുലേഷൻ വരുന്നതുകൊണ്ട് ആ വേദന ഇങ്ങനെ അബ്സോർബ് ചെയ്തു പോകുന്നു. അപ്പോൾ ഈ സ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കൽക്കേനിയം ബോണിലുണ്ടാവുന്ന തേയ്മാനം, അത് അതിൻ്റെ അറ്റത്തൊരു ചെറിയ ഒരു മുള്ളു പോലെ ഇങ്ങനെ നിൽക്കും. അത് എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എക്സ്റേ ആണ് ഇതിൻ്റെ ഒരു പ്രധാന ഇൻവെസ്റ്റിഗേഷനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്പർ ഇങ്ങനെ കൊച്ചൊരു മുള്ളു പോലെ നിൽക്കണം. അപ്പോൾ ഈ സ്പറിൻ്റെ ഇതും കൊണ്ട് മുള്ളു പോലെ കുത്തുന്ന പോലത്തെ, കാലിൻ്റെ ഉപ്പൂറ്റിയുടെ അവിടെ കല്ല് കുത്തണ പോലെ, മുള്ളു കുത്തണ പോലെ ഉള്ള വേദനയാണ് ടിപ്പിക്കലായിട്ട് ഇതിൻ്റെ സിംറ്റമായിട്ട് പറയുന്നത്. നമ്മൾ കാരണങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എക്സ്റേ എടുക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷനായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ രൂക്ഷസ്വേദങ്ങളാണ് ആയുർവേദത്തിൽ പറയുന്നത്. രൂക്ഷസ്വേദങ്ങൾ. അപ്പോൾ ഇത് വാതകണ്ഡകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ വാതകണ്ഡകം എന്നാണ് പറയുന്നത്, ഉപ്പൂറ്റി വേദനേനെ. ഈ വാതകണ്ഡകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാതരോഗമാണ്. വാതകണ്ഡകം, അതിനെ കൽക്കേനിയസ് സ്പർ എന്ന് പറയും, പ്ലാന്റർ ഫേഷ്യാറ്റിസ് എന്ന് പറയും. ഇതൊരു വാതരോഗമാണ്, അശീതി വാതരോഗ. 80 വാതരോഗങ്ങളുണ്ട്. ആ 80 വാതരോഗങ്ങളിൽ പെട്ട ഒരു വാതരോഗമാണ് വാതകണ്ഡകം. അപ്പോൾ വാതരോഗത്തിന് പറ്റിയ ചികിത്സാക്രമങ്ങൾ ഇതിന് യുക്തമാണ്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മൾ എണ്ണപ്രയോഗങ്ങൾ നമ്മൾ കുറയ്ക്കണം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് രൂക്ഷസ്വേദങ്ങളാണ്, ഡ്രൈ സ്വേദങ്ങൾ. രൂക്ഷസ്വേദം എന്ന് പറഞ്ഞാൽ മണൽ വറുത്ത് ചൂട് പിടിക്കുക, ഇഷ്ടിക ചുട്ടിട്ട് അതിൻ്റെ മീതെ തുണിയോ എന്തെങ്കിലും ഇട്ടിട്ട്, അല്ലെങ്കിൽ ഇലകൾ, വാതഹരങ്ങളായിട്ടുള്ള ഇലകളുണ്ട്, മുരിങ്ങയില, വളംപുളിയില, എരിക്കിലയൊക്കെ അതിൻ്റെ മീതെ ഇടുക. ഇഷ്ടിക ചൂടണം, അടുപ്പിലിട്ട് ചുട്ടിട്ട് താഴെ ഇറക്കിയിട്ടിട്ട് അതിനകത്ത് ഈ ഇലകൾ വെച്ച് അതിൻ്റെ മീതെ കാലിൻ്റെ ഉപ്പൂറ്റി ചവിട്ടണം. അത് പൊള്ളിപ്പോവരുത്. പൊള്ളിപ്പോവാത്ത രീതിയിൽ നമ്മൾ സോഫ്റ്റായിട്ട് ചവിട്ടണം. അപ്പോൾ ഒരു ഇല അങ്ങനെ വാടി കഴിഞ്ഞാൽ അടുത്ത ഇല ഇടണം. അങ്ങനെ ഉപ്പൂറ്റി അത് ഒരു 2 to 3 മിനിറ്റ്സ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടും നല്ലതാണ്. രൂക്ഷസ്വേദമാണത്. അപ്പോൾ ഇഷ്ടിക സ്വേദം, അത് ഇഷ്ടിക ചവിട്ടുക, അല്ലെങ്കിൽ മണൽ കിഴി നമ്മൾ പിടിക്കുക, അല്ലെങ്കിൽ ഉപ്പ് വറുത്തിട്ട് കിഴി പിടിക്കുക, ഇതൊക്കെയാണ് രൂക്ഷസ്വേദങ്ങൾ. പിന്നെ ഇതിനൊരു അഗ്നികർമ്മം എന്നൊരു ട്രീറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഒരു ശലാക അത് നമ്മളെ സ്റ്റൗവിൽ തീയിൽ കാണിച്ച് പഴുപ്പിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ പ്രിക്ക് ഉണ്ടാക്കും. ആ ഉപ്പൂറ്റി നമ്മൾ രോഗിയുടെ കമിഴ്ന്ന് കിടക്കാൻ പറയും. എന്നിട്ട് ഉപ്പൂറ്റിയപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഉപ്പൂറ്റിയപ്പോൾ നമ്മളിങ്ങനെ പ്രിക്കുകൾ ഉണ്ടാക്കും, കുത്തും. സൂചി കൊണ്ട് കുത്തണ പോലെ ഈ പഴുപ്പിച്ച ശലാക കൊണ്ട് നമ്മൾ കുത്തുമ്പോൾ ഇവിടെയുള്ള നീർക്കെട്ട് അത് കഴിഞ്ഞിട്ട് കറ്റാർവാഴ സ്വരസം കൊണ്ട് തുടയ്ക്കണം. അപ്പോൾ അത് അഗ്നികർമ്മം, നമ്മുടെ ആയുർവേദത്തിലൊരു ട്രീറ്റ്മെൻറ്റാണത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇൻറ്റേർണൽ മെഡിക്കേഷൻ കൊടുക്കുന്നത് രാസനാരണ്ടാതി കഷായം, കൈശ്വര്യ ഗുഗുലു, വാതകരമായിട്ടുള്ള മറ്റ് സ്റ്റിഫൈൻ എന്നൊരു ക്യാപ്സ്യൂള് ഇതിന് ഒരുപാട് ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. ബലാരിഷ്ടം നല്ലതാണ്, അമൃതാരിഷ്ടം നല്ലതാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഈ ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും മാറി ഒരു 2-3 മിനിറ്റ് വീതം പച്ചവെള്ളത്തിൽ വെച്ചു, പിന്നെ ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ വെച്ചു, ഇങ്ങനെ മാറി പച്ചവെള്ളം ചൂടുവെള്ളത്തിലും കാല് മാറി വെക്കുന്നത് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു
ട്രീറ്റ്മെൻറ്റും അതിൻ്റെ സിംറ്റംസും അതിൻ്റെ കോസസൊക്കെ ആയിട്ട് പറയുന്നത് ശാസ്ത്രത്തിൽ. ഉപ്പൂറ്റി വേദനയ്ക്ക് യുക്തമായ ഒറ്റമൂലി പ്രയോഗങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇതിന് ചില ഒറ്റമൂലികൾ പറയുന്നത്, ഒന്ന് നമ്മൾ മല്ലിയും ജീരകവും വറുത്ത് പൊടിച്ച് 1 ടീസ്പൂണ് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അത് ഒറ്റമൂലിയായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ പറയുന്ന ഒരു ഒറ്റമൂലി, അത് നമ്മൾ ചെയ്തു നോക്കി വളരെ ഗുണം കണ്ടിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ്. അതായത് അരി കഴുകിയ കാടി എടുത്ത് ആ കാടി വെള്ളത്തിൽ നമ്മൾ 2 ചെറുനാരങ്ങ ചെറുതായിട്ട് നുറുക്കിയിട്ടിട്ട് തലേ ദിവസം വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം അതെടുത്ത് തിളപ്പിച്ച് സഹിക്കാവുന്ന ചൂടിൽ ഈ ഉപ്പുറ്റി അതിനകത്ത് മുക്കി വയ്ക്കുക. അങ്ങനെ 1, 2, 3 പ്രാവശ്യം ഒരു ദിവസം ചെയ്യാം. ഒരു 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് സത്വരമായിട്ടുള്ള പെട്ടെന്നുള്ള ശമനം ഉപ്പുറ്റി വേദനയ്ക്ക് കണ്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത് ലശുന ക്ഷീരഭാഗമാണ്. അതായത് വെളുത്തുള്ളി എടുത്തിട്ട് വെളുത്തുള്ളി അത് പാലും വെള്ളവും ചേർത്ത് പാലിൽ കാച്ചിയിട്ട് പാലളവാക്കി വറ്റിച്ചിട്ട് അത് നമ്മൾ കുടിക്കുക രാവിലെയും വൈകുന്നേരവും. അതിന് ലശുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി എന്നർത്ഥം. അത് പാലിൽ ക്ഷീരത്തിൽ പാകം ചെയ്യുക, അതാണ് ലശുന ക്ഷീരഭാഗം എന്ന് പറയുന്നത്. ഈ 3 ഒറ്റമൂലി പ്രയോഗങ്ങളും ഇഫക്റ്റീവായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒറ്റമൂലികളാണ്. ഉപ്പൂറ്റി വേദന സ്ഥിരമായി ഉണ്ടായി തുടങ്ങുമ്പോൾ മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ഈ രോഗത്തിൽ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ പ്രിവെൻഷനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതവണ്ണം കുറയ്ക്കുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഒരേ ദിശയിൽ സ്റ്റാൻഡിങ്, ഒരുപാട് നേരം കാല് തൂക്കിയിട്ട് നിൽക്കുക, ഇരിക്കുക എന്നതിനേക്കാളുള്ള നിൽക്കുക നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഹീൽ അധികം ഉള്ളതോ തീരെ ഹീലില്ലാത്ത ഫ്ലാറ്റായിട്ടുള്ള ഹീലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. അതിനേക്കാൾ കൂടുതലായിട്ട് സോഫ്റ്റായിട്ടുള്ള ഈ ചെരുപ്പുകൾ, പ്രത്യേകിച്ച് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് പോലെയുള്ള കേസിൽ നമ്മൾ സോഫ്റ്റായിട്ടുള്ള ബേസുള്ള ചെരുപ്പുകൾ വേണം. അതല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ നമ്മൾ റെഗുലർ വ്യായാമം, കാല് ഉയർത്തുക, നിവർത്തുക, കാലിൻ്റെ ഉപ്പുറ്റി ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഉപ്പുറ്റിയുടെ എക്സസൈസുകൾ, പിന്നെ കാല് മുകളിലേക്ക് പാദം മുകളിലേക്ക് ഉയർത്തുക, താഴ്ത്തുക, ഉയർത്തുക, താഴ്ത്തുക, ഇങ്ങനെയൊക്കെയുള്ള എക്സസൈസുകൾ നമ്മൾ ഒരു 5 to 10 മിനിറ്റ്സ് ഒരു ദിവസം നമ്മൾ കണ്ടെത്തി സമയം ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ടുള്ള തടി കൂടാത്ത രീതിയിലുള്ള ഫാസ്റ്റ് ഫുഡുകളുടെ അമിത പ്രയോഗം നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ കലോറി ഫുഡ്, അതായത് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം കഴിക്കുക, അത് കൂടുതൽ കലോറി വെച്ചിട്ടുള്ള ആഹാരക്രമം, ഫൈബർ കൂടുതലുള്ള ആഹാരം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതെ നോക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിന് ചെയ്യേണ്ടത്. തൈലങ്ങൾ ആരംഭത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ക്രമത്തിൽ നമുക്ക് മുറിവെണ്ണയോ കർപ്പൂരാതി തൈലമൊക്കെ നമുക്ക് പുരട്ടാം. ആദ്യം രൂക്ഷസ്വേദം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാൻ പാടുള്ളൂ. കുഞ്ഞു കുട്ടികളിൽ കാണുന്ന ഉപ്പൂറ്റി വേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ ഈ ഉപ്പൂറ്റി വേദന കാണാനായിട്ടുള്ളൊരു കാരണം അമിതവണ്ണമാണ്. അമിതവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫാസ്റ്റ് ഫുഡുകൾ, കുട്ടികൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട എന്താണോ കുട്ടികൾ ചോദിക്കുന്നതാണ് പ്രമാണം. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ മൈദ ചേർന്നിട്ടുള്ള പപ്സ്, അങ്ങനെയൊക്കെയുള്ള പൊറോട്ട, ഇത് കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടം. KFC ചിക്കൻ, അങ്ങനെയൊക്കെയുള്ള ചിക്കൻ റോള്, അത് അങ്ങനത്തെയൊക്കെയുള്ള ഫുഡുകളിൽ എന്തൊക്കെയാണ് അവർ ചേർക്കുക നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അങ്ങനെ മൈദയുടെ ചേർന്നിട്ടുള്ള ആ കോമ്പണൻസ്, അത് ചേർന്ന ആഹാരങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷിക്കാനാണ് നമ്മൾ പറയുക. അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ ചോദിക്കുന്ന ആഹാരം കൊടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ ആരോഗ്യകരമായിട്ടുള്ള ആഹാരം അത് സമയക്രമങ്ങളിൽ കൊടുത്ത് ഒരു ഡിസിപ്ലിൻ പാലിക്കാൻ നമ്മൾ കുട്ടികളോട് പറയണം. പിന്നെ കുട്ടികൾക്ക് കൂടുതലായിട്ട് മലബന്ധം ഉണ്ടാകാത്ത രീതിയിലുള്ള ആഹാരങ്ങൾ, വെള്ളം, കുട്ടികൾ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം, നമ്മൾ ഒരു 2 to 2.5 ലിറ്റർ നമ്മൾ കുടിക്കണം. കുട്ടികളായാലും വലിയവരായാലും അത് കുടിക്കണം. അപ്പോൾ കുട്ടികൾക്ക് ഈ വെള്ളം ഒരു കൊടുത്താൽ സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ഒക്കെ നമ്മൾ വെള്ളം കൊടുത്തേക്കുമ്പോൾ അത് കുടിക്കുന്നുണ്ടോ, അവർ ടോയ്ലറ്റിൽ പോകാനുള്ള മടിയൊക്കെ കൊണ്ട് കുട്ടികൾ വെള്ളം കുടിക്കാതിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വെള്ളത്തിൻ്റെ ഇൻടേക്ക് പ്രോപ്പറായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ആഹാരക്രമങ്ങളും ചര്യകളും കുട്ടികളിലേക്ക് ഒന്ന് നന്നായിട്ട് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് നല്ല സാധ്യതകളുണ്ട്.
ഉപ്പൂറ്റി വേദനയെ പ്രിവെന്റ് ചെയ്യുവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് തടി കൂടാതെ നോക്കുക. തടി അമിതമായിട്ട് വരുമ്പോഴാണ് അത് പാദത്തിലേക്ക് അതിൻ്റെ ഭാരം വന്ന് അത് നമുക്ക് ഓവറായിട്ടുള്ള എന്താ പറയുന്നത് പ്രഷർ പാദത്തിലേക്ക് വരുന്നത്. തടി കൂടാതെ നോക്കുക. പിന്നെ ഈ സെഡൻറ്ററി വർക്ക് അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് വർക്ക് ചെയ്യുന്നവർ എക്സർസൈസുകൾ, റെഗുലറായിട്ടുള്ള എക്സർസൈസിൻ്റെ പ്രയോഗങ്ങൾ ഇതിന് ഒരു പ്രധാനപ്പെട്ടതാണ്. പിന്നെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ളവർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചു, ഇടയ്ക്കൊന്ന് ഇരിക്കുക. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ സർക്കുലേഷനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റാഗ്നൻസി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് നമ്മൾ ഇരിക്കുന്നു. അല്ലെങ്കിൽ 1-2 അടി ഒരു മൂവ്മെൻറ്റ് കൊടുക്കുന്നു ശരീരത്തിന്. അത് പിന്നെ ഫാറ്റ് ഫുഡ് അധികമായിട്ട് കഴിക്കുന്ന ഒരവസ്ഥ, കൊഴുപ്പ് കൂടുതലുള്ള ആഹാരങ്ങളിലെ വർജനവ് ഇതിനൊരു ശ്രദ്ധിക്കേണ്ട ഒരു പ്രിവെൻഷനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ ഹീൽ അധികം ഉള്ളതോ ഹീൽ കുറഞ്ഞതുമായിട്ടുള്ള ചെരുപ്പുകൾ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോഫ്റ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കേണ്ടതും ഈ ഉപ്പൂറ്റി വേദനയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഉപ്പൂറ്റി വേദനയ്ക്ക് ശാശ്വത പരിഹാരം ആയുർവേദത്തിലുണ്ടോ? ഈ ആയുർവേദത്തിൽ ഞാൻ പറഞ്ഞില്ലേ, രൂക്ഷസ്വേദം, അഗ്നികർമ്മം, ഇൻറ്റേർണൽ മെഡിക്കേഷൻ, ഇതൊക്കെ കൊണ്ട് തീർത്തും ഉപ്പൂറ്റി വേദന പോയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. അത് ചില കേസിൽ ഒരു 1 month ട്രീറ്റ്മെൻറ്റ്, ചില കേസിൽ ഒരു 2 months വേണ്ടി വരും, ചില കേസിൽ 15 days വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഇന്നാളൊരു പേഷ്യൻറ്റ് വന്ന ആ പേഷ്യൻറ്റ് 15 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തോടുകൂടി കംപ്ലീറ്റ് ഉപ്പൂറ്റി വേദന പോയി എന്ന് പറഞ്ഞു. അത് അത്ര അത് തുടങ്ങിയിട്ടധികം ആയിട്ടില്ല. അത് കുറച്ച് പഴക്കം ചെല്ലുന്തോറും ഉള്ള കേസുകളിൽ കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയിട്ടുള്ള ഒരുപാട് കേസുകൾ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എനിക്കുണ്ട്. എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി എന്ന് പറഞ്ഞ രോഗം വരാതിരിക്കുകയാണ്. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ നോക്കുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള. ഇപ്പോൾ ഈ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു, അതിനെ പ്രിവെൻഷൻ, അമിതവണ്ണം കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, തറഞ്ഞു നിൽക്കാതിരിക്കുക, അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിൽ ഒരു പോയിൻ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ വീട്ടിൽ ഈ മൊസൈക്ക് അല്ലെങ്കിൽ ഗ്രാനൈറ്റ്, മാർബിൾ, അങ്ങനെയൊക്കെയുള്ള ഇട്ട വീടുകളാണെന്ന്. അപ്പം അങ്ങനെയുള്ള വീടുകളിൽ ഈ കാല് ചപ്പലില്ലാതെ വീട്ടിൽ നടക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഉപ്പൂറ്റി വേദന കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ വീട്ടിൽ ചെരുപ്പിട്ട് നടക്കാൻ തന്നെ അഡ്വൈസ് ചെയ്യും. അതാണ് അതിനൊരു പ്രതിവിധി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഉപ്പൂറ്റി വേദനയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ആയുരാരോഗ്യങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.